എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പുട്ട് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു API കരേട്ട യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഗെറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതേ സീക്വൻസ് തന്നെയാണ് പുട്ട് റിക്വസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. 30th ലൈനിലാണ് സെനാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. സെനാരിക്ക് ഒരു മീനിങ് ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസ്, അതായത് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. 32nd ലൈൻ ഒരു ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഹിറ്റിംഗ് പോസ്റ്റ് റിക്വസ്റ്റ്. ബാക്കി 33 തൊട്ട് 36 വരെ പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ കോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുമേ 33rd ലൈൻ കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്യുക. അതിനുശേഷം 34th ലൈനിൽ റിക്വസ്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്ത് JSON payload പാസ് ചെയ്തു. അതിനുശേഷം 35th ലൈനിൽ മെത്തേഡ് എന്നും പോസ്റ്റ് എന്നുള്ള രണ്ട് കീവേഡ് യൂസ് ചെയ്തു. അതിനുശേഷം 36th ലൈനിൽ നമ്മൾ സ്റ്റാറ്റസ് കോഡ് വെരിഫൈ ചെയ്തു. അതിനുശേഷം 37th ലൈനിൽ ഒരു കമൻറ്റ് എഴുതി പ്രിന്റിംഗ് റെസ്പോൺസ് ഓഫ് പോസ്റ്റ്, അതായത് ഈ പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ കൺസോൾ പ്രിന്റ് ചെയ്തു. കൂടാതെ ഇതേ റെസ്പോൺസ് നമ്മുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള HTML റിപ്പോർട്ടിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം 39th ലൈനിൽ ഒരു കമൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഡിഫൈനിങ് വേരിയബിൾ പോസ്റ്റ് ID ആൻഡ് സ്റ്റോറിംഗ് വാല്യൂ ഓഫ് ID ഫ്രം റെസ്പോൺസ് ഇൻ ഇറ്റ്. അതായത് നമ്മൾ ഈ പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസ് വരും. ആ റെസ്പോൺസിനകത്ത് ID എന്നൊരു കീ ഉണ്ട്. ആ കീയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ വേരിയബിളായ പോസ്റ്റ് ID എന്നുള്ള വേരിയബിളിലേക്ക് ഡിഫൈൻ ചെയ്തു. ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്താണ് വേരിയബിൾ കരേട്ടയിൽ ഡിഫൈൻ ചെയ്യുന്നത്. റെസ്പോൺസിൽ നിന്ന് നമ്മൾ ID ഫെച്ച് ചെയ്ത് ആ പോസ്റ്റ് IDയിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം 41st ലൈൻ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഹിറ്റിംഗ് പുട്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ്. അതിനുശേഷം വീണ്ടും ആ എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്യേണ്ട എൻഡ് പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത വേരിയബിൾ പോസ്റ്റ് ID പാത്ത് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തു 44th ലൈൻ. ആൻഡ് പാത്ത് എന്നുള്ള പാത്ത് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തതിനു ശേഷം പോസ്റ്റ് ID എന്നുള്ള വേരിയബിൾ പാസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതൊരു പുട്ട് റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പേലോഡ് വീണ്ടും പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം 46 ലൈൻ വീണ്ടും ആൻഡ് റിക്വസ്റ്റ് ഒരു കീവേഡ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം എന്ത് ഡേറ്റയാണോ ചേഞ്ച് വരുത്തേണ്ടത് ആ ചേഞ്ചസ് ഞാൻ പേലോഡിൽ പാസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ json-serverനും ടൈപ്പ് കോഡെന്നുമാണ് വാല്യൂ പാസ് ചെയ്തതെങ്കിൽ, രണ്ടാമത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ json-server ന്യൂ എന്നും ടൈപ്പ് കോഡ് ന്യൂ എന്നുമുള്ള ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആകാൻ വേണ്ടി, ചേഞ്ചസ് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പുതിയ ഡേറ്റയാണ് അപ്ഡേറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊരു പുട്ട് റിക്വസ്റ്റ് ആൻഡ് മെത്തേഡ് കീവേഡ് യൂസ് ചെയ്ത ശേഷം പുട്ട് എന്നുള്ള കീവേഡ് വീണ്ടും യൂസ് ചെയ്തു. അതിനുശേഷം സ്റ്റാറ്റസ് അസർട്ട് ചെയ്തു. അപ്പോൾ 200 ആണ് സ്റ്റാറ്റസ് കോഡ് വരുന്നത്. അതുകൊണ്ട് 200 ആയിട്ട് അസർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും പുട്ട് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് പ്രിന്റ് ചെയ്തു. ഇത് കൺസോളിലും പ്രിന്റ് ആവും, അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള HTML റിപ്പോർട്ടിലും പ്രിന്റ് ആവും. ഇത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിലവിൽ ഈ പർട്ടിക്കുലർ എൻഡ് പോയിന്റിൽ ഉള്ള ഡേറ്റ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഞാൻ എൻഡ് പോയിന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എൻഡ് പോയിന്റ് നോക്കിക്കഴിയുമ്പോൾ 10 സെറ്റ്സ് ഓഫ് ഡേറ്റയാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യുമ്പോൾ നിലവിൽ ഈ ഫീച്ചർ ഫയലിൽ 3 സിനാരിയോസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് സിനാരിയോ റൺ ആവും. ഇപ്പോൾ നിലവിൽ 10 സെറ്റ്സ് ഓഫ് ഡേറ്റയാണുള്ളത്. അപ്പോൾ ഈ പർട്ടിക്കുലർ സിനാരിയോ റൺ ആകുമ്പോൾ ഒരു 11th സെറ്റ് ഓഫ് ഡേറ്റ വരും, ഇപ്പോൾ ID 11 ആയിട്ടുള്ളത്. അതിനുശേഷം ഈ സിനാരിയോ റൺ ആകും. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു സെറ്റ് ഓഫ് ഡേറ്റ കൂടി ക്രിയേറ്റ് ആകും. അങ്ങനെ 12th സെറ്റ് ഓഫ് ഡേറ്റ ക്രിയേറ്റ് ആകും. ഇപ്പം അതിന് ശേഷമാണ് ഈ അപ്ഡേറ്റ് ക്രിയേറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള സിനാരിയോ റൺ ആകുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് 13th സെറ്റ് ഓഫ് ഡേറ്റ ക്രിയേറ്റ് ആകും. ആ 13th സെറ്റ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ID ഈ ഒരു വേരിയബിളിലേക്ക്, പോസ്റ്റ് ID എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ ID പാത്ത് പാരാമീറ്റർ സെറ്റ് ചെയ്ത ശേഷം അതിനുശേഷം ഒരു പുതിയ പേലോഡ് പാസ് ചെയ്യും. അപ്പം 13th ID ഉള്ള സെറ്റ് ഓഫ് ഡേറ്റയുടെ 13th ഡേറ്റ റെക്കോർഡാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം റെസ്പോൺസ് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഈ സിനാരിക്കകത്തുള്ളത്. നമ്മൾ റൺ ചെയ്യുമ്പോൾ ഈ 3 സിനാരിയും കൂടെ സീക്വൻഷ്യൽ ഫ്ലോയിൽ റൺ ആവും. അപ്പോൾ നമുക്കിതെങ്ങനെ റൺ ചെയ്യുന്നത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി ഫീച്ചർ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്ന് കൊടുക്കുക.
ഇത് റണ്ണ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ 10 സെറ്റ്സ് ഓഫ് ഡേറ്റ ഉള്ളൂ. ഇത് റണ്ണ് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം 3 സെറ്റ് ഓഫ് ഡേറ്റയും കൂടെ ക്രിയേറ്റ് ആവും. 13th സെറ്റ് ഓഫ് ഡേറ്റ ആയിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ 3 റെക്കോർഡുകളും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ആ എൻഡ് പോയിന്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പർട്ടിക്കുലർ എൻഡ് പോയിന്റ് റിഫ്രഷ് ചെയ്യുവാണ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 സെറ്റ്സ് ഓഫ് ഡേറ്റയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ 13th ഡേറ്റ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ പാസ് ചെയ്ത പേലോഡ് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിപ്പോർട്ടും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഫ്യൂച്ചർ ഫയൽ പാസ് ചെയ്തിട്ടുണ്ട്. എത്ര സിനാരിയോസ് ഉണ്ടായിരുന്നു, എത്ര സിനാരിയോസ് പാസ്സായെന്നുള്ള കാര്യവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര ടൈം കൊണ്ടാണ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയെന്നുള്ള കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 സിനാരിയോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സെൻഡ് ചെയ്ത നമ്മൾ നോക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ റെക്കോർഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ റെസ്പോൺസ് പ്രിന്റ് ചെയ്തൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ പോസ്റ്റ് നമ്മൾ പാസ് ചെയ്ത പേലോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതുപോലെ തന്നെ റെസ്പോൺസ് പ്രിന്റ് ചെയ്യുന്നിടത്ത് നമ്മൾ കൊടുത്തതേ പേലോഡ് തന്നെ റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പോസ്റ്റ് ഐ ഡി എന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്ത് അതിലേക്ക് റെസ്പോൺസിൽ നിന്ന് എടുത്ത ഐ ഡിയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് കീവേഡ് യൂസ് ചെയ്ത് പുതിയ പേലോഡ് പാസ് ചെയ്തു. അതിനുശേഷം മെത്തേഡ് പുട്ട് എന്നുള്ളതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പാസ് ചെയ്ത പേലോഡ് പാസ്സായേക്കുന്നത് കാണാം. അതിനുശേഷം അതിൻ്റെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ നമ്മളത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഈ HTML ഇൻബിൽട്ട് ആയിട്ടുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾക്ക് ഒരു പുട്ട് റിക്വസ്റ്റ് കരാട്ടെ API യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.